kg സൈസുള്ള ടർക്കിയാണ്. അപ്പം ടർക്കി എങ്ങനെ കുക്ക് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ നമ്മുടെ ഫെസ്റ്റീവ് സീസൺ വരുവാണ്. അപ്പോൾ നോർമലി എല്ലാ ഹോട്ടലുകളിലും നമ്മൾ ടർക്കി ഒരു മെയിൻ ഡിഷായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഹോട്ടലിലെ ടർക്കി കുക്കിംഗ് പ്രോസസ്സിലോട്ട് കിടക്കാം. സോ ആദ്യം നമ്മൾ ടർക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഈ പപ്പും കൂടെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പറിച്ച് കളഞ്ഞെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കണം. സോ നമ്മുടെ സ്പാച്ചുല കൊണ്ട് അതിൻ്റെ മീറ്റിൻ്റെയും സ്കിന്നിൻ്റെയും ഇടയ്ക്കൂടെ ചെറിയൊരു പോക്കറ്റ് പോലെ ഉണ്ടാക്കണം. കാരണം നമുക്ക് അതിനകത്തൂടെ ബട്ടർ, നമ്മൾ സോഫ്റ്റ് ബട്ടറും ഹെർബും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു മിശ്രിതം നമുക്ക് കയറ്റി അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതാണ് ശരിക്കും നമ്മുടെ ഈ ടർക്കിയുടെ മീറ്റ് നമ്മുടെ ചിക്കൻ പോലെയല്ല, ശകലം കട്ടി കൂടിയ ഒരു മീറ്റാണ്. അപ്പോൾ അതിലോട്ട് അതിൻ്റെ ഈ ബട്ടറിൻ്റെയും ഹെർബിൻ്റെയൊക്കെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൂടി ഇറങ്ങി നല്ല റെഡിയായിട്ട് കുട്ടപ്പനായിട്ട് വരണം. അപ്പോൾ അതിന് നമ്മളിത് പൈപ്പിംഗ് ബാഗിനകത്തെടുത്ത് ബട്ടർ പയ്യെ അതിലോട്ട് കയറ്റിയിട്ട് പയ്യെ അതിലോട്ട് പ്രസ് ചെയ്ത് കയറ്റുവാണ്. ഇനി നമ്മൾ സ്പാച്ചിൽ വെച്ച് അത് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് ആ ടർക്കിയുടെ ബ്രസ്റ്റ് ഫുള്ള് കവർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടർക്കിയുടെ സ്കിന്ന് കീറിപ്പോകാൻ നോക്കണം. കാരണം ആ സ്കിന്നാണ് നമുക്ക് ഏറ്റവും സാധനം ഗോൾഡൻ കളറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ സ്കിന്നിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ഫുള്ള് ബട്ടർ നമ്മൾ അപ്ലൈ ചെയ്തെല്ലാം സെറ്റാക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൽ മാൽഡൻ സോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ സോൾട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്കിന്നിലൊക്കെ സോൾട്ട് പറ്റി പിടിച്ചിരുന്നിട്ട് നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് ഒത്തിരി സോൾട്ടായിട്ടും ചില സ്ഥലത്ത് കുറഞ്ഞ സോൾട്ടായിട്ടും തോന്നും. അപ്പോൾ നമ്മൾ മാൽഡൻ സോൾട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ കണ്ടെയ്നറിലൊരു നെറ്റ് വെക്കുക, അതിലേക്ക് നമ്മൾ ടർക്കി മാറ്റി ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഓറഞ്ചും ഒനിയൻസും സേജും തൈം റോസ്മേരി ഈ സംഭവങ്ങളെല്ലാം നമ്മളിട്ട് അത് ഫില്ല് ചെയ്യും. അതിൻ്റെ അകം നമ്മളിതിപ്പം ഈ ടർക്കി ഓവർനൈറ്റ് ബ്രാൻഡിലിട്ട ടർക്കിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മീറ്റൊക്കെ ഓൾറെഡി നമ്മുടെ സോൾട്ടും ഷുഗറും വിനിഗറും ഒക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ കൂടെ ഈ പറയുന്ന ഹെർബിൻ്റെയും ഓറഞ്ചിൻ്റെയും ഒനിയൻ്റെയും ഒക്കെ കൂടി റോസ്റ്റ് ആകുന്ന ഫ്ലേവറും കൂടെ ഒക്കെ കയറുമ്പം ടർക്കി നല്ല സെറ്റായിട്ട് വരും. നമ്മൾ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ചെറിയ പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ ടർക്കി ഇത്തരം വലുതായതുകൊണ്ട് അതിലോട്ട് നല്ല രീതിയിൽ ഈ ഫ്ലേവർ പിടിച്ചാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇത് കാല് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് കെട്ടി വെക്കണം. ഇല്ലെങ്കിൽ അത് ഓപ്പണായിട്ട് നമ്മുടെ ടർക്കിയുടെ ആ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇത് പോകും, ആ ഒരു ലുക്ക് പോകും. ഈ കാലിങ്ങനെ തുറന്നു വരും അതിൻ്റെ ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കെട്ടി വെക്കണം. ഇനിയിപ്പം നമ്മുടെ ടർക്കി നമ്മൾ നന്നായിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് നല്ല കവർ ചെയ്യണം. ഈ ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലുമിനിയം ഫോയിലൊന്നും അതിൻ്റെ സ്കിന്നിലോട്ടൊന്നും പറ്റിയിരിക്കരുത്. പിന്നെ ഈ ടർക്കിയുടെ മോയ്സ്ചർ കണ്ടന്റ് നമുക്ക് പുറത്ത് പോകരുത്. അതായത് മോയ്സ്ചറൊക്കെ നമുക്ക് ആ ട്രേക്കകത്ത് തന്നെ കളക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് നമ്മളൊരു ഗ്രില്ല് ഒരു നെറ്റ് വെച്ചേക്കുന്നത്. അതിൻ്റെ ആ ജ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് തന്നെ കണ്ടെയ്നറിൽ തന്നെ കളക്ട് ചെയ്തെടുക്കാനായിട്ടാണ്. പിന്നീട് നമ്മൾ ആ ജ്യൂസാണ് നമ്മൾ ഇതിൻ്റെ ജ്യൂ ഉണ്ടാക്കാനും ഇതിൻ്റെ ടർക്കിക്ക് വേണ്ട സോസിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നല്ല രീതിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കവർ ചെയ്യുക. അതിന് ശേഷം അലുമിനിയം ഫോയിൽ 2 അലുമിനിയം ഫോയിൽ ശേഷം വെള്ളം ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുത്ത ശേഷം ഇതുപോലെ കവർ ചെയ്ത് നല്ലതായിട്ട് വെക്കണം. ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റും സ്റ്റീമും ഒന്നും പുറത്ത് പോകരുത്. ഇതിന് നേരെ ഓവനിലോട്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ 2 ടർക്കി ഓവനകത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് കൂടെ നോക്കാം.
ഈ ട്രേക്ക് ഈ പറയുന്ന വലിയ ചൂടില്ല, കാരണം നമ്മൾ ഈ സ്ലോ ഹീറ്റിലാണ്, അതായത് ഈ ടർക്കി ഈ 6 കിലോ 7 കിലോ 8 കിലോ ഒക്കെ സൈസ് വരുന്നതുകൊണ്ട് നമ്മളത് സ്ലോ ഹീറ്റിൽ ലോങ് ടൈമാണ് കുക്ക് ചെയ്യുന്നത്. അതായത് 70 ഡിഗ്രിയിലൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കണ്ടമാനമുള്ള ഒരു ഇത് വരുന്നില്ല, എങ്കിലേ ഉള്ളൂ നമുക്ക് ആ മീറ്റൊക്കെ നല്ല ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഓവർ കുക്കായി പോവുകയും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടെക്സ്ചർ കിട്ടാതെ ടർക്കി ഡ്രൈ ആയി പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പം ഇതിൻ്റെ തെർമോമീറ്റർ ഇടുക, മേക്ക് ഷുവർ നമുക്കൊരു 75-ൻ്റെ മുകളിൽ ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. എങ്കിലേ ഉള്ളൂ നമുക്ക് ഈ പറയുന്ന ഒരു ജ്യൂസി ആയിട്ടുള്ള ടർക്കി കിട്ടത്തുള്ളൂ. ഇതുണ്ടോ, നല്ല ആവി പറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടർക്കി ഏകദേശം കുക്കായിട്ടുണ്ട്, നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റാണ്. ഇനിയിപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ റബ്ബും ബട്ടറും ഒക്കെ കൂടി അപ്ലൈ ചെയ്തിട്ട് ഒന്നും കൂടെ ഈ കവറില്ലാതെ നമ്മൾ ഒന്നുകൂടെ കുക്ക് ചെയ്യണം. കവറില്ലാതെ കുക്ക് ചെയ്യുമ്പോഴത്തേനും ഈ ബട്ടറും നമ്മുടെ ഹെർബും എല്ലാം കൂടെ റബ്ബും എല്ലാം കൂടെ പിടിച്ച് അത് നല്ല നമ്മുടെ കളറിലോട്ട് എത്തും. പിന്നെ ബാക്കി നമ്മൾ കളർ വരാത്ത സ്ഥലങ്ങളൊക്കെ കൂടി നമ്മുടെ ബ്ലോട്ട് കുറച്ച് വെച്ച് നമ്മൾ കളറാക്കി എടുക്കും. നമ്മുടെ കിച്ചണിൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇത്തരം വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണാൻ പറ്റും. ശരിക്കും റിയാലിറ്റി ഒരു ഹോട്ടലിൻ്റെ കിച്ചണിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ലൈവായിട്ട് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഈ ചെറിയ ലാഗ് പോലെ നമുക്ക് തോന്നുന്നത്. അപ്പം ഇത് റിയൽ ടൈമായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ഇപ്പോൾ നമ്മുടെ ബട്ടറും റബ്ബും എല്ലാം കൂടി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇനി കുക്കായി വരുമ്പോഴത്തേനും നമ്മുടെ ടർക്കിക്ക് ആവശ്യത്തിന് കളറും കാര്യങ്ങളൊക്കെ ആകും. നമ്മൾ നേരത്തെ ആ സ്കിന്നിനടിയിൽ അപ്ലൈ ചെയ്ത ബട്ടറാണ്, സോഫ്റ്റ് ബട്ടർ. ആ ബട്ടറിലോട്ടാണ് നമ്മുടെ റബ്ബ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി തിരിച്ച് നമുക്ക് ഇതേപടി ഓവനിലോട്ട് വെക്കാം. നമ്മൾ ഫ്രഷ് കവർ ചെയ്ത് കൊണ്ടുവന്ന ടർക്കി ഇരിപ്പുണ്ട്. ആ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫിനിഷിംഗ് ടച്ചും കൂടെ ചെയ്യും. ഈ ബട്ടർ മെൽറ്റ് ആവുന്നതും ആ ടർക്കിയുടെ സ്കിന്നിൻ്റെ ഫാറ്റും നമ്മളകത്ത് വെച്ചേക്കുന്ന ജ്യൂസ്, ഓറഞ്ചിൻ്റെ ജ്യൂസും ഒനിയനും എല്ലാം കൂടെയുള്ള നല്ല ഫ്ലേവറായിട്ടുള്ള സ്റ്റോക്കാണ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ സ്റ്റോക്കും നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ റോസ്റ്റ് ടർക്കി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനലി, അത് ഇങ്ങനെ വരും. നമ്മൾ ഈ രീതിയിലാണ് അത് കൊടുക്കുന്നത്. നല്ല കളറൊക്കെ വന്ന് ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട്.